അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന്റെ മരണത്തോടെ 1970കളുടെ തുടക്കത്തിൽ താൻ നേരിട്ട് കണ്ടുവെന്ന് കാർട്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഒരു UFO അഥവാ അജ്ഞാത പറക്കുന്ന വസ്തുവിനെക്കുറിച്ച് നടത്തിയ പ്രതികരണം വീണ്ടും ചർച്ചയാകുന്നു. ജിമ്മി കാർട്ടർ ജോർജിയയുടെ ഗവർണറും പിന്നീട് US പ്രസിഡന്റുമെല്ലാം ആകുന്നതിന് മുൻപ് തനിക്കുണ്ടായ ഈ അനുഭവം അദ്ദേഹം 2005-ൽ ജെന്റിൽമാൻസ് ക്വാർട്ടർലി മാസികയോടായിരുന്നു വെളിപ്പെടുത്തിയത്. 1977 മുതൽ 1981 വരെ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ എന്നറിയപ്പെടുന്ന ജെയിംസ് ഏൾ കാർട്ടർ. 1971 മുതൽ 75 വരെയുള്ള കാലയളവിൽ കാർട്ടർ ജോർജിയയുടെ സെനറ്റ് അംഗവും ഗവർണറുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ 2002-ൽ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിരുന്നു. ഡിസംബർ 29, 2024 തന്റെ 100ാം വയസ്സിലാണ് ജിമ്മി കാർട്ടർ അന്തരിക്കുന്നത്. എന്നാൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് തന്റെ ജീവിതകാലത്ത് അന്യഗ്രഹ ജീവികളെക്കുറിച്ച് നടത്തിയ പ്രസ്താവന ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. താനും കൂടെ ഉണ്ടായിരുന്ന 25ഓളം പേരും ആകാശത്ത് ഒരു അജ്ഞാത പറക്കുന്ന വസ്തുവിനെ കണ്ടുവെന്നും അത് മനുഷ്യനിർമ്മിതമല്ലായിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അക്കാലത്ത് ഏറെ ചർച്ചയ്ക്ക് ആധാരമായ വിഷയത്തിന് വഴിവെച്ച സാഹചര്യം ഇങ്ങനെയായിരുന്നു. 1969-ൽ തെക്കുപടിഞ്ഞാറൻ ജോർജിയയിൽ വെച്ചായിരുന്നു സംഭവം നടക്കുന്നത്. അന്ന് ഒരു രാത്രി ലയൺസ് ക്ലബിൽ പ്രസംഗം നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നു ജിമ്മി കാർട്ടർ. 25 ആളുകൾ ആ സമയം കാർട്ടറിനൊപ്പം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരാൾ ആകാശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നോക്കൂ എന്ന് ആക്രോശിക്കാൻ തുടങ്ങി. ഇത് കേട്ട് മുകളിലേക്ക് നോക്കിയ താൻ അടക്കമുള്ളവർ കണ്ടത് ഇങ്ങനെയായിരുന്നുവെന്നാണ് കാർട്ടർ പറയുന്നത്. ആകാശത്ത് ഒരു വലിയ പ്രകാശം, ശേഷം അതിൽ നിന്നും പല നിറത്തിലെ പ്രകാശം വരുന്നത് പോലെ തോന്നി. അത് ഞങ്ങളോട് കൂടുതൽ കൂടുതൽ അടുത്തു വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് നീലയും ചുവപ്പും വെളിച്ചം മാറി മാറി വന്നു. ഒടുവിൽ അത് വെളുത്ത പ്രകാശമായി മാറി. പിന്നീട് ആ അജ്ഞാത പറക്കൽ വസ്തു അല്പം ദൂരെ പൈൻ മരങ്ങൾക്കരികിലേക്ക് മറയുന്നതും അപ്രത്യക്ഷമാവുന്നതും തങ്ങൾ കണ്ടുവെന്ന് ജിമ്മി കാർട്ടർ പറയുന്നു. ഇതൊരിക്കലും ചൊവ്വയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നോ എത്തിയ മനുഷ്യനിർമ്മിതമായ ബഹിരാകാശ വാഹനമാണെന്ന് താൻ കരുതുന്നില്ലെന്ന് GQ മാഗസിനോട് സംസാരിക്കവേ കാർട്ടർ അന്ന് പറഞ്ഞു. ഇത് ചൊവ്വയിൽ നിന്നാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ചൊവ്വയിൽ നിന്ന് പറന്നുവന്ന് ചുറ്റും നോക്കി പിന്നെ തിരികെ പറക്കുന്ന മൂർത്തമായ വാഹനങ്ങൾ നമുക്കുണ്ടാകില്ലെന്ന് മനസ്സിലാക്കാൻ തക്കമുള്ള അറിവ് എനിക്ക് ഭൗതിക ശാസ്ത്രത്തിലുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഇത് കണ്ടയുടനെ താൻ സംഭവമെല്ലാം ഒരു ഓഡിയോ ടേപ്പാക്കി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചുവെന്നാണ് കാർട്ടർ പറയുന്നത്. എന്നാൽ ഹാരി എസ് ട്രൂമാൻ മുതൽ ഡൊണാൾഡ് ട്രംപ് വരെയുള്ള പ്രസിഡന്റുമാർ UFOകളെയും അന്യഗ്രഹജീവികൾ ഉൾപ്പെടുന്ന ജനപ്രിയ സിദ്ധാന്തങ്ങളെയും പരസ്യമായി അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ജിമ്മി കാർട്ടറിന്റെ തന്നെ പിൻഗാമിയായ പ്രസിഡന്റ് റൊണാൾഡ് റീഗനും 1974-ൽ കാലിഫോർണിയയിലെ ബേക്കേഴ്സ് ഫീൽഡിന് മുകളിലൂടെ വിമാനയാത്ര ചെയ്യുമ്പോൾ ഒരു UFO നിരീക്ഷിച്ചതായി പറഞ്ഞിരുന്നു. റൊണാൾഡ് റീഗൻ പറഞ്ഞത് ഇങ്ങനെയാണ്: വിമാനത്തിൽ പോകവേ ഞങ്ങൾ ആകാശത്ത് വളരെ പ്രകാശം വരുന്ന ഗോളാകൃതിയിലുള്ള ഒരു വസ്തു നിശ്ചലമായി നിൽക്കുന്നത് കണ്ടു. പിന്നീട് അതിന്റെ ആകൃതി നീളമുള്ളതുപോലെയായി. ശേഷം അത് വളരെ വേഗത്തിൽ നീങ്ങാൻ തുടങ്ങി. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വിമാനത്തേക്കാൾ ത്വരിതമായിരുന്നു അതിന്റെ സഞ്ചാരം. പക്ഷെ നോക്കി നിൽക്കെ തന്നെ മാഞ്ഞു പോവുകയാണ് ഉണ്ടായത്.